വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലാത്ത ഏത് കളർ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ ആ കളർ മടുക്കും. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇതിനേക്കാളും വാല്യൂ ഫോർ മണി വിൻസർ തന്നെയാണ്. ഇപ്പം ഞാനിത് ഭയങ്കര വണ്ടിയാണ്, ഇതിന് ഈ ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം ഒരു വർഷം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആവും, ഉറപ്പായിട്ട് ഔട്ട്ഡേറ്റഡ് ആവും. കാരണം ഇപ്പം ഇതിന് 500 ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ബെയർ മിനിമം എനിക്കൊരു 400 അല്ലെങ്കിൽ 380 കിട്ടും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരുന്ന വണ്ടി, അതിനുപരി ഞാനും കാത്തിരുന്ന വണ്ടി മഹീന്ദ്രയുടെ BE6. കുറേ കാലമായി, അതായത് ഏകദേശം ഒക്ടോബർ നവംബർ സമയത്താണ് മഹീന്ദ്ര BE6 ആൻഡ് XEV9e ലോഞ്ച് ചെയ്യുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ സമയത്ത് തന്നെ മാർച്ചിൻ്റെ പാതിയോടെ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഏകദേശം 20th ആയപ്പോഴത്തേക്ക് അവർ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്ത് അവർ 3000 യൂണിറ്റ്സോളം ഡെലിവറി ചെയ്ത് കഴിഞ്ഞു ഓൾ ഓവർ ഇന്ത്യ. സോ വണ്ടിയുടെ അധികം ഇൻട്രോ ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ലെങ്തി വീഡിയോ ആയേക്കാം. വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്കിനി യൂസറിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാൻ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ BE6ൻ്റെ ഓണർ, ഹായ് ബ്രോ. ഹായ്, വെൽക്കം ടു ചാനൽ. താങ്ക് യു. പോൾ എന്നാണ് ബ്രോയുടെ പേര്. ബ്രോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ഒരു പോൾ എന്നാണ്. ഞാൻ എറണാകുളത്ത് ക്യൂട്ടോൺ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഞാൻ ഒരു സെയിൽസ് പ്രൊഫഷണലാണ് ബേസിക്കലി. ഓ. അപ്പോൾ ലാസ്റ്റ് ഒരു 11 years ആയിട്ട് നമ്മൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ് ഈ ഒരു ഫീൽഡിൽ തന്നെ. ഈ ഫീൽഡിൽ തന്നെ. ഓക്കെ. ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയിലാണ് ബേസിക്കലി. ഓക്കെ. ഓക്കെ. അപ്പം ഏറ്റവും ഹോട്ട് ന്യൂസ് ആയിട്ട് കുറേ നാൾ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആദ്യത്തെ ബാച്ചിൽ തന്നെ സ്വന്തമാക്കി അല്ലേ? ഫസ്റ്റ് ബാച്ചിൽ വന്ന ഏറ്റവും ടോപ്പ് മോഡൽ തന്നെ സ്വന്തമാക്കി. അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ നമുക്കറിയണം. വണ്ടിയുടെ പോസിറ്റീവ്സ് മാത്രമായിരിക്കത്തില്ല, B6ൽ കണ്ടെത്തിയ കുറച്ച് നെഗറ്റീവ്സ് ബ്രോ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് കാരണങ്ങൾ ചോദിക്കാനായിട്ടൊന്നുമില്ല, എന്നാലും നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചായിട്ട് ഇതിൻ്റെ ഒരു റിസർച്ച് നടത്തുന്നുണ്ട്. അതായത് ഓൾറെഡി ഞാനൊരു EV യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്? ഞാൻ പറഞ്ഞാൽ എൻ്റെ വൈഫാണ് യൂസ് ചെയ്യുന്നത്. ടിയാഗോ EV ആണ് യൂസ് ചെയ്യുന്നത്. ടാറ്റയുടെ EV യൂസറാണ് ഓൾറെഡി. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു EV കൊണ്ടുള്ള ഗുണങ്ങളും എന്തൊക്കെയാണ് പ്രശ്നങ്ങളും എന്നുള്ള ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ലാസ്റ്റ് ഒരു 2 വർഷമായുള്ളൂ ഈ ടിയാഗോ EV എടുത്തിട്ട്. ഓൾറെഡി ഒരു 57,000 kilometers ആയി 2 വർഷം കൊണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ EVയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊരു ഐഡിയ എനിക്ക് കിട്ടി, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് എനിക്ക് ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തത് ഹാരിയർ ആണ്. ഹാരിയർ അപ്പോൾ ആക്ച്വലി ഞാനൊരു 3.5 ബിലോ 4 years ആയി ഓൾറെഡി. അറൗണ്ട് 80,000 ഓടിച്ചു. അപ്പോൾ എനിക്ക് ഓൾ കേരള ട്രാവലുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഓട്ടം ഉണ്ട് എന്തായാലും. അപ്പോൾ ഫ്യൂവലിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഞാനൊരു 20,000 to 22,000 പെർ മന്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ ഓർത്തു, ഞാൻ കുറേയൊക്കെ ഈ 22,000 സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30% ട്രാവൽ ഞാൻ ടിയാഗോയിൽ ഓടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് അബവ് 25 പോവും. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഞാനും കൂടി ഒരു ഇലക്ട്രിക്കിലേക്ക് പോയിക്കൂടാ. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചൊരു വണ്ടി വിൻസറാണ്, MGയുടെ വിൻസറാണ് ഞാൻ ആദ്യം നോക്കിയത്. കാരണം ഞാൻ നോക്കിയപ്പോൾ സ്പേഷ്യസ് ആണ്. കാരണം എനിക്ക് ഹാരിയർ യൂസ് ചെയ്തിട്ട് ആ സ്പേസും ആ ഒരു വലുപ്പവും അതിൽ കുറഞ്ഞൊരു വണ്ടിയിലേക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. വിൻസർ ആകുമ്പോൾ പ്രൈസ് വൈസ് വളരെ നല്ല പ്രൈസിംഗ് ആണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇതിനേക്കാളും വാല്യൂ ഫോർ മണി വിൻസർ തന്നെയാണ്. അത് വണ്ടിയും നല്ല വണ്ടിയാണ്. അതിൽ ഞാൻ എന്തുകൊണ്ട് പിന്നെ ഞാൻ ബുക്ക് ചെയ്യാൻ പോയതാ. ബുക്ക് ചെയ്യാൻ ആ ഡേ സത്യം പറഞ്ഞാൽ ആ സെയിൽസിൻ്റെ എക്സിക്യൂട്ടീവ് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തേനെ. ഞാൻ വിളിക്കാൻ വേണ്ടി പൈസയൊക്കെ ആയിട്ട് ഇരുന്നതാണ്. പുള്ളി വിളിച്ചില്ല. നെക്സ്റ്റ് ഡേ ഏതൊരു ഡേ, ഡിസംബറോ അങ്ങനെ ഏതൊരു ഡേ ആണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. അതിൻ്റെ തലേദിവസമാണ് ബുക്ക് ചെയ്യുന്നത്. പുള്ളി വിളിച്ചില്ല. അപ്പോൾ നെക്സ്റ്റ് ഇത് അനൗൺസ് ചെയ്യണമെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് നീട്ടി വെക്കാം, ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിൻസറിൽ ഞാൻ എന്തുകൊണ്ട് ബാക്കിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒറ്റ റീസണേ ഉള്ളൂ. എനിക്ക് ഈ ഒരു ആക്ച്വൽ റേഞ്ച് കിട്ടുന്നത് ഞാൻ നോക്കുമ്പോൾ 280 ഒക്കെയാണ് ആവറേജ് എല്ലാവർക്കും കിട്ടുന്നത്. 300+ കിട്ടുന്നവരുണ്ട്. പക്ഷെ എനിക്കറിയാലോ, ഈ പറഞ്ഞ EV യൂസ് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ അത് കുറെ നേരം നമ്മൾ വെറുതെ ഇടും. നമ്മൾ ഈ ഓടിക്കണ മാത്രമല്ലോ, നമ്മൾ റോഡ് സൈഡിൽ ഒതുക്കി വെറുതെ ഇടും, അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് നമ്മൾ സമ്മർ ആകുമ്പോൾ എല്ലാ EV യൂസേഴ്സിനും അറിയാം, സമ്മറിൽ EVക്ക് റേഞ്ച് ഇച്ചിരി കുറയും. ചിലപ്പോൾ എനിക്ക് എൻ്റെ ടെക്നിക്കൽ വശം അറിയില്ല, ബട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ പോലെ ഫാനും ബാറ്ററി കൂളിംഗ് ഫാനും മറ്റു കാര്യങ്ങളും കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുകൊണ്ടായിരിക്കാം, AC കൺസംഷൻ കൂടുതലുകൊണ്ടായിരിക്കാം സമ്മറിൽ ഇത് കുറയും. ഓൺ ആൻ ആവറേജ് എല്ലാവരുടെയും ചെക്ക് ചെയ്യുമ്പോൾ 250 കിട്ടുന്നവരുണ്ട്, 300 എബവ് കിട്ടുന്നവരുണ്ട്. അപ്പോൾ ഞാനൊരു ആവറേജ് കണക്കൂട്ടി 280. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടിക്കുന്ന ആളല്ല, ഒരു നോർമൽ 60 കിലോമീറ്ററിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 280 എന്തായാലും കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ 280 എനിക്ക് പ്രാക്ടിക്കലി എൻ്റെ ഒരു കേസിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിപ്പോൾ കാലിക്കറ്റ് പോകണം, ട്രിവാൻഡ്രം പോകണം. അപ്പോൾ വൺ സൈഡ് തന്നെ അറൗണ്ട് 200 kilometers വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഓട്ടം, പിന്നെ ഞാൻ ഈവനിങ് ചാർജ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു 350 എബവ് ആണെങ്കിൽ എനിക്ക് കറക്റ്റാണ് അത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ
എനിക്ക് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഒന്ന് MG ISRA CV ഉണ്ട്, ബട്ട് അത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ഇൻ ദ സെൻസ് അത് ഇറങ്ങി നല്ല വണ്ടിയാണ്, പക്ഷേ അത് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി ഇറങ്ങി. കാരണം ഞാൻ ഹാരിയർ എടുത്ത സമയത്ത് പോലും ഞാൻ നോക്കിയിരുന്നു. അന്ന് അതിൻ്റെ ഇപ്പോഴത്തെ വേർഷൻ അല്ല, മുമ്പത്തെ വേർഷനാണ്. ദെൻ പിന്നെ എനിക്കുള്ളത് ആറ്റോ 3 ആണ്. ആറ്റോ 3 ഞാൻ ഓൾമോസ്റ്റ് ഈ വിൻസർ പോലെ അതിന് മുമ്പേ ഒന്ന് ബുക്ക് ചെയ്യാൻ റെഡിയായി നിന്നതാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒരു പ്രശ്നമാണ്. 30 നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സും നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ചും ഉള്ളത് വേണമെങ്കിൽ 38 കൊടുക്കണം. എന്ത് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത് അനൗൺസ് ചെയ്തപ്പോൾ 18.9 എന്ന് പറഞ്ഞത്, പക്ഷെ ഞാൻ ഓൺ റോഡ് എടുത്തപ്പോൾ 31 ആയി. അപ്പോൾ ഇത് നമ്മൾ ഈ ഇതെല്ലാം ഈ കമ്പനിയുടെ സ്ട്രാറ്റജിയാണ്. 18.9 എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത്രയും കോസ്റ്റ് കുറച്ച് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ വണ്ടി വന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന വേരിയന്റ് വരുമ്പോൾ ഓൾമോസ്റ്റ് മിക്കപ്പോഴും ടോപ്പ് എൻഡ് അല്ലെങ്കിൽ തൊട്ട് താഴെ അതിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ കോസ്റ്റിന് ഓൾമോസ്റ്റ് ഡബിളിലേക്ക് എത്തും. ഇതാണ് എല്ലാ വണ്ടികളും സംഭവിക്കുന്നത്. അപ്പോൾ ആറ്റോ 3 ഞാൻ നോക്കുമ്പോൾ ഏതർ 33യുടെ വേരിയന്റ് അല്ലെങ്കിൽ 38ന്റെ വേരിയന്റ് നോക്കണം. അപ്പോൾ അത് ഞാൻ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വണ്ടി വന്നത് ആക്ച്വലി. അപ്പോൾ പ്രൈസിങ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീവ് ആണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു 30യുടെ ഉള്ളിൽ നിൽക്കും. വിൻസറിന്റെ ഡബിൾ ഒരു 17.5 വരുമായിരുന്നു. പക്ഷേ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് എന്താ പറയുക, ഈ വണ്ടിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ആ കോസ്റ്റിനേക്കാളും എങ്ങനെയെങ്കിലും ഇത് എടുത്താൽ മതി എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് പോയി. 50 കിലോവാട്ട് വിൻസർ വരുന്നുണ്ട്, അതെനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അത് ഞാൻ നോക്കിയില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സും ഇതിന്റെ ഈ പറയുന്ന പോലെ ആ ഒരു ഡിസൈൻ, മെയിൻ ആസ്പെക്ട് ഡിസൈനാണ്. നമ്മളെല്ലാവരും ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിയിലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആ ഡിസൈൻ യുണീക്നെസ് ആണ് എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇത് ബുക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. പിന്നെ ഞാൻ ബ്ലാക്ക്, കാരണം എനിക്ക് പണ്ട് തൊട്ട് ബ്ലാക്കിനോട് ഭയങ്കര താല്പര്യം. ഞാൻ ഒരു റാപ്പിഡ് ഈ ഹാരിയറിന് മുമ്പ് യൂസ് ചെയ്തത് ബ്ലാക്കാണ്. ഹാരിയർ ബ്ലാക്കാണ്. ടിയാഗോയിൽ ബ്ലാക്ക് കിട്ടാത്തതുകൊണ്ട് മിഡ് നൈറ്റ് പ്ലം എടുത്തു. ഓൾമോസ്റ്റ് ലൈക്ക് എ ബ്ലാക്കാണ്. പക്ഷേ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കളറാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇടയ്ക്ക് ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ചിന്തിക്കും ഇനി ബ്ലാക്ക് എടുക്കേണ്ടതാണ്. പക്ഷേ അവസാനം ഞാൻ ബ്ലാക്കിൽ അവസാനിക്കുള്ളൂ. ഇതാണ് സംഭവിക്കുന്നത്. എല്ലാ പ്രാവശ്യം ചിന്തിക്കും ഇനി ബ്ലാക്ക് എടുക്കേണ്ട, ബട്ട് അവസാനം ബ്ലാക്കിൽ അവസാനിക്കുള്ളൂ. അപ്പോൾ ബ്ലാക്ക് തന്നെ മതിയെന്ന് ഡിസൈഡ് ചെയ്തു. പക്ഷേ ബ്ലാക്ക് ഒരു സ്ഥലത്തും കാണാനുണ്ടായില്ല. ഞാൻ പല ഷോറൂമിലും വിളിച്ചു ചോദിച്ചു, എവിടെയെങ്കിലും ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടോ, എവിടെ ഞാൻ ട്രാവൽ ചെയ്യാൻ തയ്യാറാണ്. കാരണം ബുക്ക് ചെയ്തത് മറ്റേ അവരുടെ ഫെബ്രുവരി 14 ബുക്കിങ്ങിന് ബുക്ക് ചെയ്തിരുന്നു. ഓൺലൈൻ ബുക്ക് ചെയ്തു. കാണാൻ നോക്കി. കാരണം ബ്ലാക്ക് മതി എന്ന് പറഞ്ഞു. എന്നാലും മനസ്സിൽ ഇങ്ങനെ ഒരു ഡൗട്ട്, ഇനി ബ്ലാക്ക് നന്നാവോ ഇല്ലേ എന്നുള്ള ഡൗട്ട് കൊണ്ട് ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വരുന്ന വണ്ടികളെല്ലാം ഒന്നുകിൽ ആ ഓറഞ്ച് കളർ അല്ലെങ്കിൽ റെഡ് കളറാണ് പൊതുവെ ടെസ്റ്റ് ഡ്രൈവിന് വരുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഞാൻ ഈ മറ്റുള്ള കളേഴ്സിൽ പോകാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലാത്ത ഏത് കളർ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ ആ കളർ മടുക്കും. അങ്ങനെ ഒരു ഫീൽ, കാരണം കുറച്ച് ഒന്ന് പഴമ ഫീൽ ചെയ്യും. ഹാരിയറിൻ്റെ ആ റെഡ് കളർ എനിക്ക് ഇഷ്ടമായിരുന്നു ഇറങ്ങിയ സമയത്ത്. പക്ഷെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയെ തന്നെ ഇങ്ങനെ വീക്ഷിക്കുമല്ലോ എല്ലാവരും. അങ്ങനെ ഒരു കാർ എന്തൂസിയാസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ വണ്ടി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ തന്നെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു 2-2.5-3 വർഷം കഴിഞ്ഞിട്ടും ആ വണ്ടിയിലൊരു പഴമ തോന്നുന്നില്ല. പക്ഷെ ഒരു റെഡ് കാർ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ആ പഴം അതിൻ്റെ തുടക്കത്തിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഒരു ഓവർ ദ ഇയേഴ്സ് നമുക്കതൊരു ഒന്ന് പഴകിയ പോലെ ഫീല് വരും. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ടും ബ്ലാക്ക് തന്നെ മതി, വൈറ്റും വേണ്ട ബ്ലാക്ക് തന്നെ മതി തീരുമാനിക്കാൻ കാരണം. അപ്പം ചോദിച്ചോട്ടെ, ഈ ഹാരിയർ 3 years ആയിട്ടും ഇതുവരെ പെയിന്റ് ഫെയ്ഡിങ്ങോ അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ കൊടുക്കുന്നിടത്ത് നിന്ന് ചെറിയ സ്ക്രാച്ചസോ ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ, അതോ ഓക്കെ അതിലൊന്നും വന്നിട്ടില്ലേ? അതായത് പെയിന്റ് ഫെയ്ഡിങ് ഞാൻ സംഭവിച്ചിട്ടില്ല. ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കോട്ടിങ്സ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ചെയ്തിരുന്നു. ഞാൻ ഷിമ്മറിലാണ് ചെയ്തത്. അത് അന്ന് ഗ്രഫീനാണ് ചെയ്തത്. ഇതിനിപ്പോൾ ബോറോഫിൻ ചെയ്തു ഓൾറെഡി. അപ്പോൾ ഗ്രഫീൻ ചെയ്യുമ്പോൾ അതിന് സർവീസസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും 4-5 മാസത്തേക്കേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു 4-5 മാസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആ ടോപ്പ് അപ്പ് വരുമ്പോൾ നമുക്ക് വീണ്ടും അത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എഫക്റ്റ് ഒരു 5-6 മാസം കൊണ്ട് തീരും. അത് ഫാക്റ്റാണ്. ക്ലൈമറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്നതിൻ്റെ ഉണ്ട്. ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും അതിനൊരു ഫ്രഷ് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ടോപ്പ് അപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ആ ടോപ്പ് അപ്പിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ 3Mൻ്റെ കോട്ടിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബേസിക്കലി. എന്നിരുന്നാലും സ്ക്രാച്ചസിന് ഒരു കുറവും ഉണ്ടായില്ല. കാരണം എന്താ പറയുക, ഈവൻ എൻ്റെ ബോണറ്റിൽ ഞാൻ വിൽക്കുന്ന സമയത്ത് ബോണറ്റിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നാന്ന് എനിക്കറിയില്ല. ആരെങ്കിലും വരച്ചതാണോ, ഞാൻ പല രീതിയിൽ അത് റീപെയിൻറ്റ് ചെയ്യാതെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ ബോണറ്റ് റീപെയിൻറ്റ് ചെയ്താൽ നാളെ അതിന് വേറെ പല കാര്യങ്ങൾ പറയും, പോളിഷ് ചെയ്ത. പക്ഷേ അത് കട്ട് പെയിൻറ്റ് കട്ടായിട്ടുണ്ട്, അതുകൊണ്ട് പോയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ ബ്ലാക്കിൻ്റെ പ്രശ്നം, നമ്മളിപ്പോൾ ഒരു
ഡോർ ഹാൻഡ് നഖം കൊണ്ട് തൊട്ടാൽ പോലും അവിടെ ഒരു മാർക്കാവും, എടുത്ത് കാണിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് 80,000 ക്ലോസ് ടു 80,000 ആയി. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ബ്ലാക്കിനുണ്ടായിട്ടും പക്ഷേ ഇതൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, പിന്നെ ഒന്ന് വെക്കുന്ന ചെളി പിടിക്കും. നമ്മൾ കഴുകിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പൊടി പിടിച്ച് ചെളിയാവും. എന്നിരുന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒന്നും ബ്ലാക്ക് വേണ്ടാന്ന് വിചാരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സിലായി കിടക്കണമുണ്ട് ബ്ലാക്കിലേക്ക് തന്നെ എത്തുള്ളൂ. അങ്ങനെയാണ് ആ കളർ ഡിസൈഡ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ടോപ്പ് മോഡൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ നമ്മൾ പറഞ്ഞു. 79 കിലോവാട്ട് ബാറ്ററിയുടെ പാക്ക് 3 വേരിയൻ്റ് ആണ്. ഓൺ റോഡ് എത്രയായി? നമുക്ക് അറൗണ്ട് 30 lakhs വരും. നമുക്ക് 30 lakhs എല്ലാം ഉൾപ്പെടെ നമുക്ക് കിട്ടി. അതാണ് നമ്മൾ വിൻസറിന്റെ 17.5 ടോപ്പ് മോഡൽ കിട്ടുന്നത്. ഡബിൾ ആക്കി, പക്ഷേ നമുക്കത് ഫീൽ ചെയ്തില്ല അല്ലേ? ഡബിൾ കൊടുക്കാൻ റെഡിയാണ് ഇതിന്റെ ഡിസൈൻ. റെഡിയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ആ ഒരു ലുക്സ്, ആ യൂണിക്നെസ് ആണ് ബേസിക്കലി എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി റേഞ്ച് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ റേഞ്ചുള്ള മറ്റൊരു വണ്ടി നോക്കുമ്പോൾ ഇതിലും കോസ്റ്റാണ്. അതൊരു ഫാക്റ്റാണ്. കാരണം ഇപ്പോൾ ടിയാഗോയ്ക്ക് ഞാൻ ഓൾമോസ്റ്റ് 12 lakhs കൊടുത്തു, അതിന് 200 കിട്ടുന്നത്. അപ്പോൾ മറ്റേതൊരു 280ക്ക് വേണ്ടി 17.5 കൊടുക്കുന്നേക്കാളും 500 കിട്ടുന്ന ഒരു വണ്ടിക്ക് 30 കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നി. പിന്നെ ആ കോസ്റ്റ് ഡബിൾ ചെയ്യണ, ഇപ്പോൾ കിലോമീറ്റർ അനുസരിച്ച് കോസ്റ്റ് ഡബിൾ ചെയ്യാന്നുള്ളതല്ല നമ്മൾ നോക്കണ്ടേ, ഒരു 400 എബോവ് വേണം നമുക്ക്. എന്നാലാണ് ഇപ്പോൾ ടിയാഗോ ആയാൽ പോലും ഞാൻ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ആൻസൈറ്റി ഒന്നുമില്ല. അതൊക്കെ ഈ പറഞ്ഞ ആദ്യമായിട്ട് യൂസ് ചെയ്യണ ആൻസൈറ്റി ഉള്ളൂ. പിന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം, അതായത് എത്ര സമയത്തിനുള്ളിൽ ചാർജ് ചെയ്യണം, നമുക്ക് കറക്റ്റ് അറിയാം. അതാ ആദ്യത്തെ ഒരു 1 വീക്ക് നമ്മൾ യൂസ് ചെയ്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ വരെ ഉള്ളൂ ആൻസൈറ്റി, റേഞ്ച് ആൻസൈറ്റിയുടെ കൺസേൺ ഉള്ളൂ. ബാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബിലോ 30% ആവാൻ നോക്കുക. 30% ആവണതിന് മുമ്പ് നമ്മൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചാർജിങ്ങിന് പല പ്രശ്നങ്ങളും വരാം. അതായത് ഒരു ത്രെറ്റ് വരാമെന്ന് നമ്മളവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. നമ്മൾ ഈ പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ മറ്റു കാര്യങ്ങൾ അവിടെ ചാർജ് ചെയ്യുന്നതിന് വെയിറ്റിംഗ് വരാം. പിന്നത്തെ കേസ് ചില ചാർജിങ് സ്റ്റേഷൻ അവിടെ കറണ്ട് ഉണ്ടാവില്ല, കറണ്ടിൽ ചാർജിങ് ഇല്ല, അത് വരാം. പിന്നെ വരാൻ പോകുന്നത് എന്താ, ഈ പറയുന്ന പോലെ ചാർജർ വർക്ക് ചെയ്യില്ല. അതായത് ഇപ്പോൾ മെയിൻലി കെ എസ് ഇ ബിയുടെ പല ചാർജിങ് ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. ടാറ്റയുടെ എങ്ങനെ ഉണ്ടായിരുന്നു? ടാറ്റയുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യുക ഗോയിസിയും അല്ലെങ്കിൽ ഈവൻ ജിയോണോ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവിടെ ചെന്ന് ചാർജ് ചെയ്യേണ്ടാത്തൊരു സാഹചര്യം വരില്ല. അത് വർക്ക് ചെയ്യും 100%. എന്തെങ്കിലും റെയർ കേസിലും സംഭവിച്ചാലേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഡിപ്പെൻഡബിൾ ആണ്. മറ്റുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഡിപ്പെൻഡബിൾ അല്ല. ഈവൻ ചാർജ് മോഡ് പോലും ഇനീഷ്യലി ഡിപ്പെൻഡബിൾ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ചാർജ് മോഡും ഈ ഗോയിസി ഒക്കെ പോലെ തന്നെ നല്ല ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ചാർജ്. കാരണം നേരത്തെ നിന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ ചാർജ് ആവാനുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇനീഷ്യൽ ഫേസിലുള്ള ഓരോ ട്രബിൾസാണ്. ഇപ്പം അതൊക്കെ മാറി. അത് ഞാൻ പറയുമ്പോൾ ഒരു 2023-22 കാലഘട്ടത്തിലാണ് ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻ്റെ എററും മറ്റും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മാറി. സത്യം പറഞ്ഞാൽ ഒരു അറ്റ്ലീസ്റ്റ് 80% അത് ഓക്കെ ആയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ ചില ചാർജിങ് സ്റ്റേഷനിൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരും. ഇന്നാൾ തന്നെ ഞാൻ തൃശ്ശൂർ ഒരു കോയിസിയുടെ ചാർജിങ് സ്റ്റേഷനിൽ എൻ്റെ ടിയാഗോ ചാർജ് ചെയ്യാം. ആ സമയത്ത് എനിക്ക് വെക്കുന്നൊരു കോൾ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറൊന്ന് മാറ്റി കൊടുക്കണം, മറ്റൊരു കാറിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ മറ്റൊരാൾക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലല്ല എൻ്റെ കാർ ഇട്ടേക്കണേ, പിന്നെ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ബേസിക്കലി വേറെ ഒന്നുമല്ല, ആളൊരു വിൻസറിൽ ആ ഗോയിസിയുടെ പഴയ ഗണ്ണ് കറക്റ്റായിട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തോ തട്ടുന്നു. അപ്പോൾ പക്ഷേ പുതിയ ഗണ്ണ് അവിടെ വെച്ചിട്ടുണ്ട്, ഗോയിസിയുടെ പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അത് ഓക്കെയാണ്. അപ്പോൾ പുള്ളിക്ക് ഞാൻ ഇതിലേക്ക് മാറ്റി അതിലേക്ക്. അപ്പോൾ ഇങ്ങനെ പല ചലഞ്ചസും വരാം നമ്മൾ ചിന്തിക്കാത്ത. ഈവൻ ഇത് എടുത്തപ്പോലും ഞാൻ ചിന്തിച്ചു, ആദ്യത്തെ കുറച്ച് കാലം ഫാസ്റ്റ് ചാർജിങ്ങിന് എന്തെങ്കിലുമൊക്കെ ചലഞ്ച്, കാരണം ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റി ഒക്കെ ആയി വന്നെങ്കിൽ പല എററുകളും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ കറക്റ്റായി ഒരു 6 മാസം എടുക്കും. അപ്പോൾ എനിക്കിത് അറിയാം, നമ്മളിത് യൂസ് ചെയ്ത് ഇത്രയും കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് എവിടെയൊക്കെ പ്രശ്നങ്ങൾ വന്നതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഇത്രയും കോസ്റ്റിലേക്ക് മുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചാർജിങ്ങിന് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലേ? നമുക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, ടൈം സ്ലോട്ടൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ അതിലേക്കൊന്നും പോയിട്ടില്ല. അവരെ എൻ്റെ ഒരു ജോലിയുടെ പ്രൊഫൈൽ അനുസരിച്ച് ടൈമിംഗ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊരാളുടെ ടൈമിന് ഡിപ്പെൻഡ് ചെയ്താണ് എൻ്റെ ജോലി ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റണം, നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്തൊന്നും പോകാറില്ല. ബട്ട് ഈ പറയുന്ന പോലെ ഞാനൊരു 30% വെച്ചാൽ ടിയാഗോയിൽ കേട്ടോ, ഇതിൽ 30%, ടിയാഗോയിൽ 30% 60 കിലോമീറ്ററാണ് പോകുള്ളൂ 30%. അപ്പോൾ 30% താഴെ പോകുന്നതിന് മുമ്പ് ഞാൻ ചാർജ് ചെയ്യും എവിടെയെങ്കിലും. അതിന് കൂട്ടത്തിൽ ടിയാഗോയുടെ യൂസർ എക്സ്പീരിയൻസ് പെട്ടെന്ന് ചോദിക്കുകയാണ്, 30% ലിം മോഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഇതുവരെ വണ്ടി നിന്ന് പോകാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. പലർക്കും അങ്ങനെ വന്നതായിട്ട് എൻ്റെ അറിവിലുണ്ട്. ഞാൻ ഗ്രൂപ്പിലൊക്കെ പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്.
അത് എന്താ പറയുക, ടാറ്റയുടെ ഈ പറഞ്ഞ പോലെ റിലയബിലിറ്റി ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് ഞാൻ ഇല്ലെന്ന് ഇപ്പം എനിക്ക് പ്രശ്നം ഉണ്ടായില്ല എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചത് മീൻസ് റീസെന്റ് പഞ്ചിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞുള്ള വീഡിയോ, അപ്പം നമ്മൾ നെഗറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സ് അല്ല, നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ടാറ്റയുടെ കേസിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2 ടാറ്റയുടെ വണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ സർവീസിൻ്റെ കേസിൽ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. കാരണം ഇനീഷ്യലി ഞാൻ ഫ്രീ സർവീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോരുത്തരോട് ചോദിക്കും സർവീസ് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫ്രീ സർവീസ് ചെയ്യണമെന്ന് എനിക്ക് ഒരു പ്രശ്നവും ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും ചെറിയ ട്രബിൾസ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അതായത് ബേസിൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ടൈമും എനർജിയും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ നേരെയാക്കി കിട്ടുള്ളൂ. എനിക്ക് മഹേന്ദ്രയിലും വലിയ പ്രത്യേകതയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയാം. ഞാനത് ഈ പറഞ്ഞ ഇന്ത്യൻ കമ്പനികളെല്ലാം പൊതുവെ ഇങ്ങനെയാണെന്നുള്ളതിലാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. ചിലപ്പോൾ ആയിരിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ടിയാഗോ എന്തെങ്കിലും സർവീസിന് കൊടുത്തു, ഞാനൊരു കാര്യം പറഞ്ഞു, അത് കറക്റ്റ് ചെയ്ത് എനിക്ക് വണ്ടി ഇട്ട് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം. അപ്പോൾ അതെങ്ങനെ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർ പറയും അല്ല അത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവിടെ ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, പിന്നെ അത് എങ്ങനെ വന്നു. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ വീണ്ടും ചെറിയ കാര്യമുള്ളൂ, ഞാനത് എനിക്ക് ഓടിച്ചെടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഇതിന് വേണ്ടി ഞാൻ ടൈം എനർജി കളഞ്ഞ് വീണ്ടും ഷോറൂമിൽ കൊണ്ടുപോവുക, ഒരു ദിവസം ഫുൾ അവിടെ ഇടുക, എൻ്റെ കോസ്റ്റ്, എൻ്റെ ടൈം, എൻ്റെ എനർജി ആയി പോകുന്നത്. അപ്പോൾ അത് 2 വണ്ടിയുടെ കേസിലും, ഇപ്പോൾ ടിയാഗോയുടെ കേസിലായാലും ഹാരിയറിൻ്റെ കേസിലായാലും എനിക്കിങ്ങനെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു സിഗ്നൽ കത്തി കിടക്കും, പിന്നെ ഞാൻ വീണ്ടും അതിന് വേണ്ടി പോകണം. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ പിന്നെ എനിക്കതൊരു റൊട്ടീനായി മാറി. അവരെ തിരുത്താൻ എനിക്ക് സാധിക്കില്ല, ഞാനതൊരു ശീലമാക്കി മാറി, അത്രേ ഉള്ളൂ. വണ്ടിയിൽ ഇതാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഇതുവരെ ഒരു കുഴപ്പമില്ല വണ്ടിയിൽ, ഞാൻ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് ഇതൊരു കുഴപ്പം. ഓക്കെ, നമ്മളിപ്പം മറ്റു വണ്ടികളുടെയൊക്കെ ഒന്ന് ചോദിച്ചതാണ്. ഇനി B6 മാത്രമായിട്ട് എത്താം. B6-ന്റെ ചാർജിങ് ടൈം എത്ര ടൈം എടുക്കാറുണ്ട്? ആക്ച്വലി ഞാൻ ഇതിന്റെ ഒപ്പം വരുന്നത് 11 kW ചാർജറാണ്, ഹോം ചാർജറാണ്. രണ്ടും ചൂസ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ഇനീഷ്യലി എടുത്തവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള പ്രാക്ടിക്കലി ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നാ പറയുള്ളൂ. കാരണം ഇനീഷ്യലി ഈ സാധനം ബേസിക്കലി നമുക്ക് ഫസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ മാർച്ച് 31 ശേഷം ടാക്സ് കൂടുന്നുണ്ട്, അതൊക്കെ ഒരു ഫാക്ടറിൻ്റെ പ്രശ്നങ്ങളും. അപ്പോൾ നമുക്ക് കൂടുതൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഇല്ല. ഞാൻ 7.2 kW പറഞ്ഞത്, പക്ഷേ ഞാൻ 11 kW എടുക്കാൻ നിർബന്ധിതനായി. പിന്നീട് മഹേന്ദ്ര പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജർ തന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു. ഇപ്പൊ എത്രത്തോളം വാലിഡ് ആണെന്ന് അറിയില്ല, ബട്ട് ഞാൻ നെറ്റിൽ കണ്ടിരുന്നു. അതായത് ചിലർക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മഹേന്ദ്രയുടെ ചാർജർ മേടിക്കണം എന്നില്ല എന്നുള്ളൊരു വീണ്ടും അവരൊരു ന്യൂസ് ലെറ്റർ വന്നിരുന്നു. വേണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ഓൾറെഡി ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു വേറെ 7.2 ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് വീണ്ടും ഒരു ചാർജർ മേടിക്കണം, അതിന് അഡീഷണൽ കോസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. 7.2 ആണ് 50,000, 11 kW ആണ് 75,000 ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഓൺ റോഡ് പ്രൈസ് ഇതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് എന്തുകൊണ്ട് ഒഴിവാക്കി കൂടാ എന്നുള്ളൊരു ഇത് തോന്നുന്നു. പക്ഷേ ഇനീഷ്യൽ എടുത്തവർക്ക് നമുക്ക് മാർച്ച് 31 മുമ്പ് കിട്ടണമെന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല. നമ്മൾ നിർബന്ധിതനായി 11 kW ആണ് വന്നത്, 11 kW എടുക്കുക. അവരും കുറച്ച് ഹറി ആയിരുന്നല്ലോ, കാരണം ടൈമിൽ കൊടുക്കണം, അതുപോലെ അവർ ചെയ്യുകയും ചെയ്യും. അതെ, ഈ പറഞ്ഞ ടൈം കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം നമ്പറിൻ്റെ കേസ് ആയാൽ പോലും എനിക്ക് ഇവർ 15th ആണ് ഡെലിവറി പറഞ്ഞ് എൻ്റെ വണ്ടി ആ സമയത്ത് അപ്പോഴേക്കും എത്തി. പക്ഷെ ഇവർക്കൊരു അപ്ഡേറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് ഏകദേശം 20th 21st ആയി. അപ്പോഴേക്കും ഇതിന് 10 days ഉള്ളൂ നമ്മുടെ ടാക്സ് സ്ലാബ് മാറുക April 1 തൊട്ട്. അപ്പോൾ എനിക്ക് എത്രയും വെക്കുന്നത്, കാരണം വരുന്ന ഡിഫറൻസ് ചെറുതല്ല, 5% എന്ന് പറയുമ്പോൾ 1,40,000 ഇന്ത്യ കൂടുന്നത്. അപ്പം ഞാനത് ഇങ്ങനെ അതൊരു വലിയ കൺസേൺ ആയിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫാൻസി നമ്പറിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ RTO, എൻ്റെ മൂവാറ്റുപുഴ RTO ആണ്, മൂവാറ്റുപുഴ RTO ഓഫീസിൽ പോയി, കാക്കനാട് സിവിൽ സ്റ്റേഷൻ RTO ഓഫീസിൽ പോയി ഞാൻ പല കോൺടാക്ട്സ് വെച്ച് പല MVDമാരും പലരായിട്ട് കോൺടാക്ട് ചെയ്തു. അതായത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അതായത് നമ്മളിപ്പോൾ ടെമ്പററി എടുത്തു, April 1 ശേഷം ഈ പറയുന്ന പോലെ അതിന് ശേഷമാണ് പെർമനന്റ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ടാക്സ് ബേർഡൻ നമുക്ക് വരുമോ. കാരണം പലരും പറഞ്ഞു പണ്ട് ഒരിക്കലും ഇങ്ങനെ ടാക്സ് ഇൻക്രീസ് വന്നപ്പോൾ ടെമ്പററി എടുത്തിട്ടവർക്ക് കറക്റ്റ് ആണെന്ന് അറിയില്ല, ബട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ April 1 ശേഷം നമുക്ക് ഈ പറഞ്ഞ ടാക്സ് ബേർഡൻ അവർക്ക് കയറി വന്നുകൊണ്ട് അവർ പേ ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, ടാക്സ് പെൻഡിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കൺസേൺ എടുക്കാണ്ട് നമുക്കൊരു ക്ലാരിറ്റി വരുത്തണമല്ലോ. ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഒരു ക്ലാരിറ്റി 21, 22 ആയിട്ട് ഒരാൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ചില ആൾക്കാർ പറയും ഒരേ ഓഫീസിൽ ഒരു PRO ഒരിക്കലിരിക്കുന്ന PRO പറയും അത് ഓക്കെ ആണെന്ന് പറയും, പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ഒന്നോടൊന്ന് ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ അത് ഓക്കെ അല്ല എന്ന് പറയും. ബേസിക്കലി അവർ സേഫർ സൈഡ് എടുക്കുന്ന അവർക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല, അവർ കുറ്റമായിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പറിന് വേണ്ടി 1.5 ലക്ഷം രൂപയും പിന്നെ നമ്പറിന്റെ കോസ്റ്റ് മുടക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെർമനന്റ് രജിസ്ട്രേഷനിലേക്ക് പൊക്കോളം പറഞ്ഞു. പക്ഷേ 25-ാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു, 25-ാം തീയതി 26-ാം തീയതി അവർക്കൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കിട്ടി. ഈ പറഞ്ഞ പോലെ ടെമ്പററി എടുക്കുന്നവർക്ക് ബുക്കിംഗ് മാർച്ച് 31 മുമ്പ് ഈ പറഞ്ഞ പോലെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പേയ്മെന്റ് കൊടുത്ത് നമ്പർ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക്
ഏപ്രിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫസ്റ്റ് ശേഷമാണെങ്കിലും കുഴപ്പമില്ല ഓ ഉള്ളിൽ വന്നു. പക്ഷെ നമുക്ക് അത്ര എൻ്റെ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്തു. ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അതിന് മുമ്പ് കിട്ടണമെന്നുണ്ട് ഷോറൂമുകാർക്കും തിരക്ക്, അവർക്ക് അവരുടെ ഷോറൂം റെനോവേഷൻ, കാരണം ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഷോറൂം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹറിവറിയാ മൊത്തത്തിൽ. എമ്പുരാൻ ഒക്കെ ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാ തിയേറ്റേഴ്സും ഭയങ്കര വർക്കൊക്കെ അതേപോലെ ഇത് അതുപോലെ ഒരു ലോഞ്ച് ആയിരുന്നു. അവരൊരു ഹറിവറിയിലാണ് സത്യം പറഞ്ഞത്. അതിൻ്റെ ഒരു കുറേ കൺസേൺസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ ഒരു പരിധി വരെ സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഡെലിവറി എക്സ്പീരിയൻസ് കാര്യങ്ങളും അതൊന്നും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചോളം ഡെലിവറി എക്സ്പീരിയൻസിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എറണാകുളത്ത് AMPL എടുത്തത്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാര്യങ്ങളെല്ലാം മിസ്റ്റർ അരുൺ ആണ് സെയിൽസ് എക്സിക്യൂട്ടീവ്. ആള് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം വേറെ പ്രശ്നങ്ങളുണ്ടായില്ല. എനിക്ക് അവരുടെ ഷോറൂം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പലതവണ ഞാൻ വെയിറ്റ് ചെയ്തു. ഈവൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പോലും എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഞാൻ. പിന്നെ അറ്റ്ലാസ്റ്റ് ഞാൻ എടുത്തു. കാരണം ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല മനസ്സിലാക്കി. വണ്ടിയുടെ ഏറ്റവും അട്രാക്ഷൻ ഈ ഒരു ആംഗിൾ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ബ്ലാക്കിന്. ബാക്കിൽ നിന്ന് കാണുമ്പോൾ അന്യായ ലുക്കാണ്. എങ്ങനെ ഫീൽ ചെയ്തു ആ ഒരു ടെയിൽ ലാമ്പ്? അല്ല, എനിക്കായാലും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കിൽ നിന്നുള്ള ലുക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫ്രണ്ടിനെക്കാളും. പിന്നെ സൈഡും ബാക്കും ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ്. പരാതികൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ലോഗോയും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഡീക്രോംഡ് ആണ്. അല്ലെങ്കിൽ ആദ്യമേ എല്ലാവരും കൊണ്ട് ഡീക്രോം ചെയ്യുന്നവർക്ക് അറിയാം. ഓക്കെ ഓക്കെ, ഇനിയും ഇതിന്റെ ചാർജിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ചാർജിങ് ടൈം ബേസിക്കലി വേറെ ഒന്നുമല്ല. എനിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 11 കിലോവാട്ടിനാണ് ഇതിൻ്റെ ഒപ്പം ചാർജർ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ ഫിക്സിങ് കഴിഞ്ഞിട്ടില്ല ഇൻ ദ സെൻസ് ലൈക്ക് എനിക്കൊരു പുതിയ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് 3 ഫേസിൻ്റെ ഒക്കെ. അതുകൊണ്ട് അത് ആയിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്നത് ടിയാഗോയുടെ ചാർജറുണ്ട്. 3.3 കിലോവാട്ടിലാണ്. ബേസിക്കലി എൻ്റെ ഒരു ഞാനിങ്ങനെ ഫുൾ ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ബട്ട് ഞാൻ മനസ്സിലാക്കിയത് 3.3 കിലോവാട്ടിലാണെങ്കിൽ നമുക്കൊരു 1 അവർ കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2.5% ആണ് നമുക്ക് കിട്ടുന്നത്. 1 അവർ കൊണ്ട് 2.5% ആണ് കിട്ടുള്ളൂ. അത്ര കിട്ടുള്ളൂ. അതങ്ങനെയാണ്. കാരണം 79 കിലോവാട്ടാണ് ബാറ്ററി. ചാർജർ 3.3 കിലോവാട്ടാണ്, അല്ലെങ്കിൽ 3.2 വാട്ടവർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 3.2 കിലോവാട്ടിൽ നിന്ന് 79 എത്തണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെന്ന് ആലോചിച്ച് നോക്കി. ഓൾമോസ്റ്റ് 25 to 30 hours വേണം. അപ്പോൾ 1 അവറിൽ 2.5% ആണ് കൂടുള്ളൂ. അതാണ് അതിന്റെ കറക്റ്റ് കണക്ക് പറഞ്ഞത്. അതിനാണല്ലോ നമ്മൾ ഹോം ചാർജിങ് കൂടുതൽ വെക്കുന്നത്. ഇപ്പോൾ 7.2 വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1 അവർ കൊണ്ട് 5% ആവും. അതേസമയം ഞാൻ 11 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ 1 അവർ കൊണ്ട് ഓൾമോസ്റ്റ് എന്താ പറയുക 10% അടുത്തേക്ക് എനിക്ക് ചാർജിങ് കിട്ടും. അപ്പോൾ 10% കിട്ടുമ്പോൾ എനിക്ക് മാക്സിമം 10 hours കൊണ്ട് ഫുൾ ചാർജ് ആവും. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എത്ര കിലോവാട്ടിൻ്റെ ചാർജർ യൂസ് ചെയ്യുന്നു, എത്ര കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ടിയാഗോയ്ക്ക് കയറുന്ന പോലെ ആയിരിക്കില്ല ഇതിൽ കയറുന്നത്. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ DC ചാർജിങ് ആണെങ്കിൽ, നേരത്തെ DC ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ഞാൻ ചെയ്യുമ്പോൾ ഈ യൂസ് ചെയ്യുന്ന ചാർജറിൻ്റെ കപ്പാസിറ്റി ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ടിയാഗോയ്ക്ക് ഏതിൽ കുത്തിയാലും മാക്സിമം 18 കിലോവാട്ടാണ് ഒരു മണിക്കൂറിൽ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ റിസീവിങ് കപ്പാസിറ്റി അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനതല്ല. ഇതിന് എനിക്ക് തോന്നുന്നു 125 150 അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ, കാരണം വലിയ ബാറ്ററിയും കൂടിയാണ്, അപ്പം ഞാൻ ഈ 30 കിലോവാട്ടിൻ്റെ ചാർജറിൽ കുത്തി കഴിഞ്ഞാൽ അത്രയും ടൈം കൂടുതലെടുക്കും. അപ്പം ഞാൻ നോക്കുന്നു 60 കിലോ ചാർജർ എവിടെയൊക്കെ ഉണ്ട്, അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നാൾ ഞാൻ ചാർജിങ് സ്റ്റേഷൻ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഇനി 120 എങ്കിലും വെക്കണം. 120 വളരെ ചുരുക്കമുള്ളൂ. ഉള്ളൂ. പക്ഷേ ഇനി ഫ്യൂച്ചറിലേക്ക് കണ്ടാണല്ലോ വെക്കണ്ടേ. നമുക്കിത് ഒരു സാധനം വെച്ചിട്ട് 2 വർഷം കൊണ്ട് അതിൻ്റെ റിട്ടേൺ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻസിലൊന്നും. അപ്പോൾ അവർ നെക്സ്റ്റ് ഒരു 5 years കണ്ടാണ് സാധനം വെക്കേണ്ടത്. അപ്പോൾ ഇനി തുടങ്ങുന്നവർ അറ്റ്ലീസ്റ്റ് വേറെ മിനിമം 60 കൊണ്ടും കാര്യമില്ല. അതൊക്കെ മാക്സിമം എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരു 1.5 വർഷം 2 വർഷം കൂടെ ഔട്ട്ഡേറ്റഡ് ആവും. ഇതിപ്പോൾ ഈ മൊബൈൽ ഫോൺ പോലെ അത് 2008 to 2018 കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൽ വന്ന ട്രാൻസ്ഫോർമേഷനാണ് ഇലക്ട്രിക് കാറിൽ തന്നെ. 6 മാസം 1 വർഷം കൊണ്ട് ഇപ്പം ഞാനിത് ഭയങ്കര വണ്ടിയാണ്, ഇതിന് ഈ ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം 1 വർഷം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആവും, ഉറപ്പായിട്ട് ഔട്ട്ഡേറ്റഡ് ആവും. കാരണം 1 വർഷം മതി. കാരണം ഞാൻ നേരത്തെ കാർ ചിന്തിച്ചുകൊണ്ട്, ഇപ്പോൾ ആറ്റോ 3 എടുക്കാൻ ഒക്കെ ചിന്തിച്ചുകൊണ്ട സമയത്ത് അതൊരു 1.5 വർഷം മുമ്പാണ്. ആ ടൈമിൽ 60 കിലോവാട്ടാണ് ആറ്റോ 3, 61 എന്തോ ആണ്. അത് ഭയങ്കര കപ്പാസിറ്റിയാണ്. അതായത് എനിക്ക് തോന്നുന്നു അന്നത്തെ നെക്സോണിന് 30 കിലോവാട്ട് എന്തോ ഉള്ളൂ, ടിയാഗോയ്ക്ക് 24. അപ്പോൾ 60 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഇതുള്ള സാധനം ഒരു കുഴപ്പമില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര 80 കിലോവാട്ട് എത്തി. ബാക്കി ഇപ്പോൾ പല വണ്ടികളും 60+ ആണ് ഇറക്കുന്നത് എല്ലാവരും. അത് താഴെയായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. നമ്മൾ കുറച്ചെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എടുക്കുക എന്നുള്ളതും കൂടിയാണ് എൻ്റെ മിൻസർ ഒഴിവാക്കാൻ ഒരു കാര്യം. കാരണം ഞാൻ ഇന്ന് 280 കിലോവാട്ടോ ബാറ്ററി എടുത്തു. എന്തായാലും ബാറ്ററിക്ക് ഡീഗ്രഡേഷൻ ഉണ്ടാവും, ഉറപ്പായിട്ട് എല്ലാ ബാറ്ററിക്കും ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ എനിക്ക് 200 കിട്ടണമെങ്കിൽ കാര്യമില്ല. അത് MGയുടെ ബാറ്ററിയുടെ കുഴപ്പമില്ല, എല്ലാ ബാറ്ററിക്കും ഡീഗ്രഡേഷൻ ഉണ്ട്. 10 വർഷം കഴിയുമ്പോൾ നമുക്ക് മിനിമം ഓടിക്കാനുള്ള
ഒരു കിലോമീറ്റർ ഇടും. ഇതിന് 500 ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ബെയർ മിനിമം എനിക്കൊരു 400 അല്ലെങ്കിൽ 380 കിട്ടും. പോട്ടെ 350 കിട്ടും. 350 കിട്ടാൽ അന്നത്തേക്കാളും ബെറ്ററാ. അതാണ് ഞാൻ ചിന്തിച്ചത്. അതൊക്കെ നമ്മൾ ഇതിനകത്ത് കണക്ക് കൂട്ടണം. പിന്നെ നമ്മൾ ഈ കോസ്റ്റ് വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ ഫീസിബിൾ ഒന്നും ആവൂല. എല്ലാവരും പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും വലിയ ത്രെട്ട് 2 കേസാണ്. ഒന്ന് വാറണ്ടി പാർട്ടായിരുന്നു ബാറ്ററിയുടെ, പക്ഷെ അതിപ്പോൾ 15 years എന്ന് പറയുന്നത് ഒരു സോർട്ട് ഔട്ട് ചെയ്ത് തന്നു. ഇനിയുള്ള ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ. EVക്ക് റീസെയിൽ വാല്യൂ ഇല്ല. അതിനാണ് അവർ സെക്കൻഡ് ഹാൻഡ് യൂസേഴ്സിന് 10 years 2 lakhs കിലോമീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും മാർക്കറ്റ് വേണ്ടേ? EV കാറുകൾക്ക് യൂസ്ഡ് കാറിന് ഇപ്പം മാർക്കറ്റ് ഇല്ല. നാളെ അത് മാറി വരാം. ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ആ കോസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഡെയിലി എക്സ്പെൻസ് കുറവാണ്, പക്ഷേ നമ്മൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. അത് നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ ഏറ്റവും ഇപ്പോൾ EV നമ്മളെടുത്ത് ലാഭകരമായി മൊത്തത്തിൽ പോകണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 12 to 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ താഴെ ഒരു EV എടുക്കുകയാണ് ഏറ്റവും നല്ലത്. പ്രൈസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസ്, അതായത് നമുക്കത് ഓടിച്ച കോസ്റ്റ് മുതലാക്കാം. പക്ഷേ നമ്മൾ അതിൽ കൂടുതലൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ഒട്ടും വയബിൾ അല്ല, ഫീസിബിൾ ആയിട്ടുള്ളൊരു നമ്മളൊരു വർക്കിംഗ് അല്ല വരുന്നത്. അപ്പോൾ 15 ലക്ഷം രൂപ താഴെയുള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് ഓടിച്ച് അത് മുതലാക്കാം. പിന്നെ കിട്ടുന്ന കാശ് കൊടുത്താലും നമുക്ക് ഒരു കുഴപ്പമില്ല. അതിൽ കൂടുതലുള്ള സംഭവമാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം വർക്ക് ചെയ്യില്ല. ഒൺലി തിങ് നമ്മൾ ഡെയിലി എക്സ്പെൻസ്, അത് വലിയൊരു സംഭവം തന്നെയാണ്. അതിപ്പോൾ എല്ലാവരും ഓവറോൾ നഷ്ടമാണ് വലിയ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഇടുമ്പോൾ പറയും, എല്ലാവരും പറയും അത് നഷ്ടമാണ്, EV നഷ്ടമാണ്, വെറുതെ ഇതാണെന്നൊക്കെ ആളുകൾ പറയും. ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മൾ ചിന്തിക്കേണ്ട ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. എനിക്കൊരു രാവിലെ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഇനി പെട്രോൾ അടിക്കണമല്ലോ, ഇനി ഡീസൽ അടിക്കണമല്ലോ എന്നുള്ള പേടിയില്ലാതെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനകത്താണ് ഏറ്റവും കാരണം ഒരു സ്ഥലത്ത് പോകണമെന്ന് വരുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുക ഇനി അത് 2000 രൂപ ഡീസൽ അടിക്കണം. പോട്ടെ, ഒരു ഫുൾ ടാങ്ക് ഹാരിയറിൽ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം എനിക്കൊരു 4 ദിവസം 5 ദിവസം, കാരണം ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. ട്രാവലിംഗ് ഉള്ളത് മാത്രമല്ല, വീട്ടിൽ നിന്ന് എറണാകുളം പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഒരു ദിവസം 100 കിലോമീറ്റേഴ്സ് ഞാൻ ഓടും, എങ്ങനെയാലും ഓടും. അപ്പോൾ ഡെയിലി എനിക്ക് മിനിമം 800 to 900 റുപ്പീസിൻ്റെ ഡീസൽ വേണം. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കടം തരികയല്ലേ, KCB കടം തരികയല്ലേ 2 മാസം കൂടുമ്പോൾ. ഇപ്പോൾ സോളാറില്ല, ഞാൻ വൈഫ് ഹൗസിലാണ് സോളാർ വെച്ചിട്ടുള്ളത്, അവിടെയാണ് ടിയാഗോ ചാർജ് ചെയ്യുന്നത്. എനിക്കിവിടെ സോളാർ വെച്ചിട്ടില്ല. സോളാർ വെക്കാത്ത കാലഘട്ടത്തിൽ 2 മാസം ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന കാരണം 2 മാസം കഴിഞ്ഞ് ഞാൻ പൈസ കൊടുത്താൽ മതി. അതൊക്കെ ഈ ഫണ്ട് റൊട്ടേഷൻ എല്ലാം മാനേജബിൾ ആണ്. ഇതൊക്കെ കാരണം നമുക്ക് വെറുതെ ഒരു ക്രെഡിറ്റ് കിട്ടുക, ക്രെഡിറ്റ് കാർഡ് പോലെ അല്ലേ? വെറുതെ ഒരു ക്രെഡിറ്റ് കിട്ടുകയല്ലേ. നമ്മൾ ഇന്നിപ്പോൾ ഞാനൊരു ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ ബില്ല് റൈസ് ചെയ്യുള്ളൂ. ബില്ല് റൈസ് ചെയ്തിട്ട് 10 days കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് എടുത്തേണ്ട ആവശ്യമുള്ളൂ. അല്ല, അതൊരു ഫാക്റ്റ് ആണ്. ആ ഫണ്ട് റൊട്ടേഷൻ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനകത്ത്. ഓവറോൾ കോസ്റ്റിങ്ങിൽ EV ലാഭകരമാക്കണമെങ്കിൽ ഏതൊരു യൂസറും നോക്കുന്നയാളും ഒരു 15 lakhs താഴെ എടുക്കുക. അതാണ് ഏറ്റവും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒരു ഡ്രീം കാർ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഡ്രീമിനെ നമ്മൾ ചേസ് ചെയ്ത് പിടിക്കുന്ന പോലെ പിടിക്കാം, അല്ലാതെ മുതലാക്കുക എന്നുള്ള രീതിയിൽ തോന്നുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു മുതലാക്കുക 15 lakhs, അതിന് മുകളിലേക്ക് നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ ഒരു ആഗ്രഹം. ഇപ്പം ഞാൻ ഇനീഷ്യലി എനിക്ക് വിൻസർ നോക്കി, പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹങ്ങളാണ്. ഇപ്പോൾ എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല അതിനകത്ത്, നമ്മളിതൊരു ആഗ്രഹം കൊണ്ട് അങ്ങ് എടുക്കുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച് എനിക്ക് ഫ്യൂൽ അടിക്കുന്ന കാശിൻ്റെ ഒരു മെയിൻ ഭാഗം EMI അടച്ചാൽ കുറച്ചിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്കിത് യൂസ് ചെയ്യാം. ഇത്രയാണ് ഞാൻ ചിന്തിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു കോസ്റ്റിന് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലാണ്ട് ഇപ്പോൾ എന്താ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു ഫ്യൂല് ഇപ്പോൾ ഒരു IC എഞ്ചിൻ ആണെങ്കിൽ എനിക്കത് അഫോർഡബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതേ സമയം ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 22,000 ഡീസൽ അടിക്കുന്നുണ്ട്. 25 കൂട്ടിക്കോ, 25 ഡീസൽ അടിക്കും, മറ്റത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 25ക്ക് ഡീസൽ അടിക്കുന്നുണ്ട്. വണ്ടിയുടെ EMI അല്ല, ഫ്യൂൽ അടിക്കുന്നുണ്ട്. പ്ലസ് കുറച്ച് പൈസയും കൂടി EMI ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി EMI ഇല്ല അതിന്റെ EMI ഉണ്ട്. വണ്ടിയുടെ ഫ്യൂൽ കോസ്റ്റും EMI ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 50,000 എബോവ് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് ഒരു കാറിൽ. ഇതിപ്പോൾ 30,000 35,000 മാക്സിമം അതിൽ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വർക്കിംഗ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ. അപ്പം അതിനകത്ത് ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാനും ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ ചിന്തിച്ച് വന്നപ്പോൾ വണ്ടിയുടെ ടയർ 19 inch 265 ആണ് സൈസ്. ഈ ടയർ മാറണമെങ്കിൽ ഒരു ടയറിന് 20,000 റുപ്പീസ് എന്തായാലും മിനിമം വരും. ഇതിന് ഫോം ഒക്കെ അകത്തുള്ളത് കൊണ്ട് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് ടയേഴ്സ്. അപ്പം ഒരു 20-30,000 ഒക്കെയാണ് ഇതിന്റെ മാക്സിമം മൈലേജ് ടയറിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ടയർ മാറാൻ നേരത്ത് 80,000 റുപ്പീസ് ടയർ കോസ്റ്റ് വരും. അതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതോ ഒരു ഡ്രീം എന്നുള്ള രീതിയിൽ ഒരു കാര്യം നമ്മൾ ഡ്രീം എന്നുള്ള രീതിയിൽ കണക്കാക്കണം. പിന്നെ ഞാനിപ്പോൾ ഹാരിയർ യൂസ് ചെയ്തിരുന്നത്, അതിന്റെ ഒരു ടയറിനും 15,000 റുപ്പീസ് ഉണ്ട്. അപ്പൊ എനിക്ക് ആ കൂടി 20,000 ആണ് എക്സ്ട്രാ വരുന്നത്. പക്ഷെ സേവ് ചെയ്യുന്നത് വലിയ എമൗണ്ടാണ്. എനിക്ക് പോട്ടെ ഈ ഇപ്പോൾ 30,000 ആവറേജ് കിട്ടുമെന്ന് പറയുന്നു. ഈവൻ ടിയാഗോയ്ക്കും അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ എൻ്റെ ടിയാഗോ ഇപ്പോൾ മേടിച്ച ടയറാണ് 57,000 കിലോമീറ്റർ ആയി, ഇപ്പോഴാണ് ഫസ്റ്റത്തെ ടയറാണ്. ഹാരിയറിന്റെ
78 ടു ബി പ്രിസൈസ്, 80 ആയില്ല 78 ആ മേടിച്ചപ്പോൾ ടയറായിരുന്നു. അത് എന്തുകൊണ്ടാണ് എൻ്റെ കേസിൽ അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ബേസിക്കലി ഒരു 7500 5000 ആണ് പറയുന്നത്. പക്ഷേ 7500 ഞാൻ അലൈൻമെൻറ്റ്, ബാലൻസിങ്, ടയർ റൊട്ടേഷൻ കറക്റ്റായിട്ട് ചെയ്യും. അത് ചെയ്യുന്നത് ഇപ്പം മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ഇതാണെന്നറിയില്ല. പൊതുവെയുള്ള അഭിപ്രായവും എൻ്റെ പേഴ്സണൽ ഇതും അനുസരിച്ച് MRFിൻ്റെ കമ്പനി ഇതുണ്ടല്ലോ നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ്, ഞാൻ അവിടെയാണ് എനിക്കൊരു പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം അവിടെ ചെയ്യാറുള്ളൂ. കാരണം അവിടെ ആകുമ്പോൾ എനിക്ക് അവരുടെ കാലിബ്രേഷൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബാക്കി എല്ലായിടത്തും മോശമാണെന്നല്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസയോഗ്യമാണ്. കോസ്റ്റ് കൂടുതലാണ്. കോസ്റ്റ് ഒരു 2000 ഒന്നുമില്ല, ഒരു മാക്സിമം ഒരു അലൈൻമെന്റ് ബാലൻസിങ് റൊട്ടേഷൻ കൂടി ചെയ്യുമ്പോൾ സാധാരണ കോസ്റ്റിനേക്കാൾ 300-400 റുപ്പീസ് അത്രേ കൂടുതലാവും. റേഞ്ച് വരില്ല, അങ്ങനെയല്ല, 300-400 റുപ്പീസ് കൂടുതലാവും. നോർമലുള്ള സ്ഥലങ്ങളെക്കാൾ ഒരു 300-400 റുപ്പീസ് കൂടുതലാവും. എന്നിരുന്നാലും ചെയ്യുന്നത് പെർഫെക്ഷൻ നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. നമുക്കത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഡ്രൈവിംഗ് സ്റ്റൈലും ഉണ്ട്, പ്ലസ് ഞാൻ ഈ പറയുന്ന പോലെ അവിടെ സ്ഥിരമായിട്ട് 2 വണ്ടിയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നു. പിന്നെ പ്രഷറൊക്കെ എയർ പ്രഷറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഈ റേഞ്ച്. കാരണം ഹാരിയർ മാത്രം കിട്ടുവാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് ടിയാഗോയ്ക്കും കിട്ടി. അത് രണ്ട് ബ്രാൻഡ്, ഹാരിയറിൻ്റെ ബ്രിഡ്സ്റ്റോൺ ആയിരുന്നു, ടിയാഗോയുടെ അപ്പോളോയാണ്. അപ്പോളോയ്ക്ക് പൊതുവെ റേഞ്ച് ഒട്ടും കിട്ടാത്ത സാധനം. അതിന് വരെ എനിക്ക് 57,000 കിലോമീറ്റർ ആയി ഇതുവരെ. പക്ഷെ മാറാറായിട്ടോ, ഇനി ഒരു മാക്സിമം ഒരു 2000 കിലോമീറ്ററിൽ മാറണം. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് ആ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഓക്കെയാണ്. ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പോകുമെന്നറിയില്ല, പക്ഷേ നോക്കാം. പിന്നെ ഈ ഇലക്ട്രിക് കാറിൻ്റെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീൽ സ്പിൻ വെക്കുന്നത് ചെയ്യും. ട്രാക്ഷൻ നമ്മൾ ഓൺ ആണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്ക് കയറിയില്ലേ, അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ ചിന്തിച്ചത് ടയർ വെക്കുന്ന റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ, മറ്റേ പോലെയല്ല അത്ര ഇൻസ്റ്റന്റ് ടോർക്ക് വരിക. അപ്പോൾ റൊട്ടേഷൻ വരാൻ ഭയങ്കര ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെ വരും പല സമയത്ത് നമുക്ക് ഈ ടയറിന്റെ ത്രെഡ് ഓരോ റൊട്ടേഷനിൽ 5 കിലോമീറ്റർ വെച്ചാണ് പോകുന്നത്. അല്ല, അങ്ങനെ വരും. അത് പല ഇലക്ട്രിക് കാർ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, പല സാഹചര്യങ്ങളും അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ കയറ്റം എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ സ്ലിപ്പറി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരു സെക്കൻഡിൽ ഭയങ്കര റൊട്ടേഷൻ വരും, മറ്റേ പോലെയല്ല അത്രയും ടോർക്ക് വരും. അപ്പോൾ അതൊരു ടയർ വെക്കം തീരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വലിയ സ്പീഡിൽ ഓടിക്കാറില്ല, ഒരു 60 to 80 ഇൻ ബിറ്റ്വീൻ, 60 to 80 ആണ് പൊതുവെ പോകാറുള്ളത്. മൈലേജ് നോക്കിയൊന്നും അല്ല, പക്ഷേ 60 to 80 ആണ് പൊതുവെ പോകാറുള്ളത്. ടിയാഗോ ആണെങ്കിൽ ഞാനൊരു 55 to 60 ആ റേഞ്ചിൽ ഓടിക്കാറുണ്ട്. അതിൽ സ്പീഡിൽ ഓടിച്ചതിൻ്റെ റേഞ്ച് കുറയും. ഇതൊന്നും മറ്റേ പെട്രോൾ പോലെ തന്നെ നമ്മൾ നല്ല സ്പീഡിൽ ഓടിച്ച് നല്ല ആക്സലറേഷൻ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഡീസൽ കാർ അല്ലെങ്കിൽ പെട്രോൾ കാർ പോലെ തന്നെ ഇതിനും കുറയും. പിന്നെ ഇലക്ട്രിക് കാറിൽ ഏറ്റവും കൂടുതൽ റേഞ്ചിൻ്റെ പ്രശ്നം വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഹൈ റേഞ്ച് കയറുമ്പോൾ. നമ്മൾ ഹിൽ സ്റ്റേഷൻ കയറുന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈവൻ ഞാൻ ഒരു പ്രാവശ്യം കുട്ടിക്കാനം പോയി കഴിഞ്ഞപ്പോൾ മുണ്ടക്കൈ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40% ഉണ്ട്. അപ്പോൾ അവിടെ 20 കിലോമീറ്റേഴ്സ് ഉള്ളൂ കുട്ടിക്കാനം വരെ. അപ്പോൾ 20 കിലോമീറ്റേഴ്സിന് മാക്സിമം 10%, ഒരു 12% എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷേ ഞാൻ ആ കയറ്റം കയറി കഴിയുമ്പോൾ ഓരോ കിലോമീറ്ററിന് ഓരോ പെർസെൻറ്റേജ് കുറയാം. മനസ്സിലായി? സാധാരണ 1% 2 കിലോമീറ്റർ പോകണേ ടിയാഗോ, ആ സമയത്ത് 1% 1 കിലോമീറ്റർ പോകുന്നുള്ളൂ. 1 കിലോമീറ്റർ താഴെയെന്ന് വേണമെങ്കിൽ പറയാം. മുകളിൽ എത്തിയപ്പോൾ 20% ആയി. ഈവൻ ദോ എല്ലാവരും റീജനറേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ റീജനറേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ആ സേഫർ സൈഡിൽ ഞാൻ ചാർജ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴും പലരും പറയും റീജനറേഷനിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 50 ഉണ്ടായിരുന്നു, താഴെ എത്തി ഇപ്പോൾ 70 ആയി എന്നൊക്കെ പറയും. അത്ര ഒന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 50 ഉള്ളത് അറ്റ്ലീസ്റ്റ് ഒരു 53-54 ആയി കിട്ടും. കുറയില്ല, കുറച്ച് പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും. ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. 50 എന്നുള്ളത് ഒരു 40 ആവേണ്ടടുത്ത് 55 ആയിട്ട് 54-55 ആയിട്ട് നിൽക്കും. 15% കൂടി നമുക്ക് കണക്ക് അങ്ങനെ കൂടി പെർസെൻറ്റേജ് വൈസ് നോക്കി അങ്ങനെ കുറഞ്ഞത് ഇത്രയും കൂടി കിട്ടി അത്രേ ഉള്ളൂ. അപ്പോൾ ഓൺ ആൻ ആവറേജ് നോക്കിയാൽ കറക്റ്റ് വലിയ കുഴപ്പമില്ല, അപ്പ് ആൻഡ് ഡൗൺ നോക്കിയാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഹില്ല് കയറി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും, മനസ്സിലായില്ലേ? കാരണം വിചാരിച്ചേക്കാളും ഭയങ്കര വ്യത്യാസമാണ് അവിടെ വന്നു പറഞ്ഞത്. ഇപ്പോൾ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഉണ്ട് ഹിൽ സ്റ്റേഷൻ കയറുമ്പോൾ എന്നുള്ളത്, ഹിൽ സ്റ്റേഷനാണ് മെയിൻലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. വേറെ ഒരു സ്ഥലത്തും നമുക്ക് EVക്ക് അങ്ങനെ ഒരു കൺസേൺ വന്നിട്ടില്ല. ഹിൽ സ്റ്റേഷൻ കയറുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. സോ നമ്മൾ സംസാരിച്ച് വന്നപ്പം ഇലക്ട്രിക് കാസിൻ്റെ ഒരു പൊതുവെയുള്ള എക്സ്പീരിയൻസസ് ആണ് കൂടുതൽ പറഞ്ഞത്. V6 അധികം ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറേ കാര്യങ്ങൾ 2 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്ന സ്ഥിതിക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു. അതിൽ പലരും വിഷമിക്കുന്നുണ്ടാവും, V6 കാര്യങ്ങൾ പറയാന്ന് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഏതായാലും ഇത് കുറച്ച് ലെങ്തി ആയി പോകുന്നത് കൊണ്ട് നമുക്കതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഒരു 30-40 മിനിറ്റ്സ് താഴെ ആയിട്ടുണ്ട് ഇപ്പോൾ. സോ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ V6 പറ്റി മാത്രം സംസാരിക്കാം. സോ ആ സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ഡേ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയുന്നത് ഗോയിങ് ഫോർവേഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്ന് അവരിരുന്നപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും
മേടിച്ചതിന് ശേഷം അവരിയ്ക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, എല്ലാം തികഞ്ഞ് നമുക്കൊരു വണ്ടി കിട്ടൂല. എല്ലാത്തിലും ഓരോ കുറവുകളും നല്ലതും ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ വിറ്റാരയും പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയായിരുന്നു, അതിന്റെ ഇതേ അവസ്ഥ തന്നെ. എനിക്കിത് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. 1000-നാണോ സർവീസ് പറഞ്ഞത്? 1000-ലാണ് ചെക്കപ്സ് ഒക്കെ. അതെ അതെ. അപ്പോൾ ചെക്കപ്സിന് പോകുമ്പോൾ പറയാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഓൾറെഡി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൽ?